നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ പിതാവിനെ അഭിഭാഷകനായ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ ഭിന്നനായത് രാസലഹരി. പ്രതി നവജിത്ത് സ്ഥിരമായി MDMA ഉപയോഗിച്ചിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അച്ഛനോടുള്ള കടുത്ത വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. MDMA ഉപയോഗിക്കാറുണ്ടെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. അച്ഛൻ്റെ ദേഹത്ത് 47 തവണയാണ് വെട്ടിയത്. അമ്മ സിന്ധുവിനെ ഗുരുതര പരിക്കുകളോടെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവരുടെ ആരോഗ്യനിലയും ഗുരുതരമാണ്. ഈ അമ്മയുടെ, അതായത് സിന്ധുവിൻ്റെ മുഖത്തും നെഞ്ചിനും കൈകൾക്കും വെട്ടേറ്റിരുന്നു. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഇവിടെ ഒരു യുവ അഭിഭാഷകനാണ് ക്രൂരകൃത്യം നടത്തുന്നതാണ് ഏറെ ഞെട്ടലുളവാക്കിയ കാര്യം. പ്രത്യേകിച്ചും ഈ നവജിത്തിൻ്റെ ഭാര്യ ഈ കൊലപാതകം നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസം പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനിരിക്കുന്നു. സിന്ധുവും അതുപോലെ നടരാജനും, പിതാവ് നടരാജനും ഒരു മുത്തച്ഛനും മുത്തശ്ശിയും ആകാനുള്ള കാത്തിരിപ്പിൽ, അതിൻ്റെ ഒരു വലിയ ആകാംക്ഷയിൽ, സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഇവിടെ ഈ ലഹരിക്കടിമയായ മകൻ നവജിത്തിൻ്റെ ക്രൂരത, പിതാവിൻ്റെ ജീവനെടുക്കുന്നു. ഭക്ഷണവുമായി എത്തിയ അമ്മയുടെ കൈവിരലുകൾ വെട്ടിമാറ്റുന്നു. അത്രയ്ക്കും ക്രൂരമായ പ്രവൃത്തിയാണ് പ്രതിയുടെ ഭാഗത്തു നിന്ന്, യുവ അഭിഭാഷകനായ നവജിത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. രാസലഹരി സ്ഥിരമായി ഇയാൾ ഉപയോഗിക്കുന്നുവെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എത്ര നാളായി ഇയാൾ ലഹരിക്ക് അടിമയാണ്. പിതാവിനോട് വൈരാഗ്യമുണ്ടായിരുന്നു പറയുന്നു. എന്താണ് ആ വൈരാഗ്യത്തിന് കാരണം? പ്രതിയുടെ മൊഴികളിൽ നിന്നും എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ? ടോമ, 29 വയസ്സ് മാത്രമാണ് നവജിത്തിന് പ്രായമുള്ളത്. അത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ രീതിയിൽ അതിക്രൂരമായ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഈ സംഭവം നടക്കുന്ന ദിവസത്തിന്റെ തലേ ദിവസവും നവജിത്ത് രാസലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അയാൾ പോലീസിനോട് കുറ്റസമ്മത മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് MDMA ഉപയോഗം ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്നതാണ് നവജിത്തിന്റെ മൊഴി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവങ്ങൾ, അതായത് ഈ പ്രകോപനങ്ങളിലേക്ക് നയിച്ചതെന്ന് പറയുന്നത് ഈ നവജിത്തിന് നേരത്തെ തന്നെ അച്ഛനോട് പകയുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു കൊലപാതകത്തിന്റെ രീതി നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അച്ഛൻ്റെ മുഖത്താണ് ഏറ്റവും അധികം വെട്ടേറ്റിട്ടുള്ളത്. 47 മുറിവുകളാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മകന്റെ കയ്യിൽ നിന്ന് വെട്ടേറ്റ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എല്ലാവരും ഞെട്ടിക്കുന്നതായിരുന്നു ഇത്തരത്തിലൊരു സംഭവം. കാരണം ഒരു അച്ഛനെ മകൻ ഇത്രമാത്രം ക്രൂരമായി കൊലപ്പെടുത്തുമോ എന്നുള്ളതാണ്. അതിൽ ഇയാൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴികൾ എന്ന് പറയുന്നത് 3 മക്കളാണുള്ളത്. അതിൽ തന്നെ മൂത്തയാളായ നവജിത്ത് ആദ്യം കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് വേണ്ടി പോയി. പിന്നീട് ആ കോഴ്സ് 2 വർഷം പഠിച്ചതിന് ശേഷം അത് പൂർത്തിയാക്കാതെ ഇയാൾ മടങ്ങി വരികയാണ്. അങ്ങനെ പഠനം പൂർത്തിയാക്കാതെ മടങ്ങി വന്നതോടുകൂടി തന്നെ വീട്ടിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. അതിനുശേഷം പിന്നീട് LLB പഠിക്കണമെന്ന് പറയുന്നു. കേരളത്തിന് പുറത്തുവിട്ട LLB പഠിപ്പിക്കുന്നു. LLB പഠിപ്പിച്ച് തിരിച്ചു വന്നിട്ടും ബാർ കൗൺസിലിൽ ഇപ്പോൾ സ്വന്തമായി വക്കാലത്തുണ്ടെങ്കിൽ ബാർ കൗൺസിലിൽ പരീക്ഷ എഴുതണം. ആ പരീക്ഷ എഴുതാൻ കൂട്ടാക്കാതെ ഇയാൾ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്വന്തമായൊരു പ്രൊഫഷനിലേക്ക് കടക്കാൻ ഒരു കുട്ടി ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും ആ ഒരു രീതിയിലേക്ക് പോകാനോ മറ്റു കാര്യങ്ങൾക്കോ ഉത്തരവാദിത്തപൂർണമായ സമീപനത്തിലേക്കോ പോയില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ മരണപ്പെട്ട നവജിത്തിൻ്റെ അച്ഛൻ നടരാജനെ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുമ്പോൾ വ്യക്തമാക്കാൻ കഴിയുന്നത് അദ്ദേഹം വളരെ കർക്കശ സ്വഭാവമുള്ള ഒരാളായിരുന്നു. മകന്റെ ഈ രീതിയിലുള്ള പ്രവർത്തികളെല്ലാം തന്നെ വളരെ രീതിയിൽ അലോസരമുണ്ടാക്കുകയും അതിനെ വലിയ ശക്തമായ രീതിയിൽ എതിർക്കുകയും ചെയ്യുന്ന ആളായിരുന്നു നടരാജൻ എന്നുള്ളതാണ്. അദ്ദേഹവും അല്പം വാശി പുലർത്തിയിരുന്ന ആൾ തന്നെയാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ പല ഘട്ടങ്ങളിലും സാധാരണഗതിയിൽ രക്ഷകർത്താക്കൾ പറയുന്നത് പോലെയൊക്കെ തന്നെ മറ്റ് സഹോദരങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നവജിത്ത് അത് ജീവിതത്തിൽ അത്ര സക്സസ്ഫുൾ അല്ല എന്നുള്ള രീതിയിലുള്ള സംസാരം ഇവർക്കിടയിൽ പലതവണ ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന ആളായി എതിർഭാഗത്തേക്ക് എത്തി എന്നുള്ളതാണ്. ആ ഒരു പകയാണ് ഇത്രയധികം തവണ സ്വന്തം അച്ഛൻ്റെ, പ്രത്യേകിച്ച് ഏറ്റവും അധികം മുറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് മുഖത്താണ്. ആ മുഖത്ത് തന്നെ ആഴത്തിൽ വെട്ടി പരിക്കേൽപ്പിക്കത്തക്ക രീതിയിൽ, കൊലപ്പെടുത്തക്ക രീതിയിൽ ഉപദ്രവിച്ചു എന്നുള്ളതിന് പിന്നിൽ ഈ ഒരു പക, ദീർഘകാലമായ ഒരു പക ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പഠനം ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സംസാരങ്ങൾ ഇപ്പോൾ സ്വന്തം
ഒരു കുട്ടി ജനിക്കാൻ പോകുന്ന ഘട്ടത്തിൽ പോലും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ നടക്കുന്നു, അലക്ഷ്യമായി പെരുമാറുന്നു. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഇതിൽ ചർച്ചയായി വന്നു എന്നുള്ളതാണ്. ഈ തലേ ദിവസവും ആ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉടലെടുത്തിരുന്നു. അതിന് ഏറ്റവും പ്രകോപനപരമായ സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ 30-ാം തീയതി ഇവിടെ എറണാകുളത്ത് ബാർ കൗൺസിലിന്റെ പരീക്ഷയുണ്ടായിരുന്നു. ഈ പരീക്ഷ എഴുതാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയ നവജിത്ത് എറണാകുളത്ത് ഒരു ഹോട്ടൽ മുറിയെടുത്തുകൊണ്ട് ലഹരി ഉപയോഗമായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതേ തുടർന്ന് സഹോദരിയുടെ വീട്ടിൽ പോയി, എറണാകുളത്ത് താമസിക്കുന്ന സഹോദരിയുടെ വീട്ടിൽ പോയി പ്രശ്നമുണ്ടാക്കി. അവിടുന്ന് സഹോദരി ഇടപെട്ടാണ് വീട്ടിലേക്ക് എത്തിച്ചത്. ഇത് വലിയ തർക്കം അവർക്കിടയിൽ ഉണ്ടാക്കി. രക്ഷകർത്താവ് നല്ല രീതിയിൽ ഈ വിഷയത്തിൽ നവജിത്തിനെ ശകാരിച്ചിട്ടുണ്ട്, വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ ലഹരിയുടെ ഒരു ഉപയോഗം, അതായത് ഈ കൊലപാതകം നടക്കുന്ന തലേ ദിവസങ്ങളിലൊക്കെ തന്നെ ഇയാൾ MDMA ഉപയോഗിച്ചിരുന്നതായി പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലഹരി ഉപയോഗം, ദീർഘനാളായിട്ടുള്ള നിരുത്തരവാദിത്തപരമായ സമീപനത്തിന്റെ പേരിലുള്ള പക എന്നിവ, രക്ഷകർത്താക്കൾ ഉപദേശിക്കുമുള്ള പക എന്നിവ ഈ സംഭവത്തിന് കാരണമായിട്ടുണ്ട്. തീർച്ചയായും ശരണ്യ സൂചിപ്പിച്ചതുപോലെ ഇതുപോലുള്ള വില്ലന്മാർ, അതായത് രാസലഹരികൾ ഉപയോഗിക്കുന്നവർ നമ്മുടെ പല കുടുംബങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം. അതീവ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. കാരണം രാസലഹരി ചെറുപ്പക്കാരുടെ ജീവിതം തകർക്കുന്നുണ്ട്, നിരവധി കുടുംബങ്ങളെ തകർക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ നടരാജൻ്റെ കുടുംബം പരിശോധിച്ച് നോക്കിയാൽ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. വർഷങ്ങളോളം നടരാജൻ ഗൾഫിലായിരുന്നു. അവിടെ നിന്നും നാട്ടിലെത്തി കോൺട്രാക്ടർ ജോലിയുമായി മുന്നോട്ട് പോകുന്നു. ഒത്തിരി എസ്റ്റേറ്റുകൾ, റബ്ബർ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ വലിയ ഭൂസ്വത്തുള്ളൊരു കുടുംബം. 3 മക്കളെയും നല്ല രീതിയിൽ നടരാജൻ പഠിപ്പിച്ചു വളർത്തുന്നു. മറ്റ് 2 പേരും, അതായത് ഈ പ്രതി നവജിത്തിൻ്റെ മറ്റ് 2 സഹോദരങ്ങളും നല്ല നിലയിൽ, 2 പേരും ഡോക്ടർമാരാണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ നല്ല നിലയിൽ ജീവിക്കുന്നു. ഈ നവജിത്തിന് എന്താണ് സംഭവിച്ചതെന്ന് യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ. മൂത്ത മകനാണ്, ഒരുപക്ഷെ വലിയ രീതിയിൽ ലാളിച്ച് വളർത്തിയതായിരിക്കാം. പക്ഷേ ഏത് സമയത്ത്, അത് പഠന കാലയളവിലാണോ ഇയാൾ ലഹരിയിലേക്ക് വഴിമാറിയത്, അതോ വീട്ടുകാരുമായി പതിവായി പ്രശ്നമുണ്ടായിരുന്നു എന്ന് പറയുന്നു. മറ്റ് 2 മക്കളും, ഈ നവജിത്തിൻ്റെ സഹോദരങ്ങൾ 2 പേരും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഇയാൾ ഇതിൻ്റെയൊക്കെ പേരിൽ, അതായത് വലിയൊരു തലതെറിച്ച സ്വഭാവം, നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് പറയുകയാണെങ്കിൽ അത്തരം ഒരു സ്വഭാവമുള്ള മക്കളെ മാതാപിതാക്കൾ ശാസിക്കാറുണ്ട്, ശകാരിക്കാറുണ്ട്. ഈ ഒരൊറ്റ കാരണം മാത്രമായിരിക്കുമോ അച്ഛനോട് നവജിത്തിനുള്ള പകയ്ക്ക് കാരണമായത്? ശരണ്യ, ഈ ദീർഘകാലമായി ഇവർക്കിടയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതിയിൽ രക്ഷകർത്താക്കളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാത്ത ഒരാൾ എന്നുള്ള ഒരു രീതിയിലുള്ള ശകാരങ്ങൾ നവജിത്തിന്റെ കേസിനകത്ത് നടരാജനും നവജിത്തും തമ്മിൽ ഉണ്ടായിരുന്നു. നടരാജൻ വളരെ കർശനമായി ഇത്തരം കാര്യങ്ങൾ പാലിച്ചിരുന്ന ഒരാളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മകൻ കാണിക്കുന്ന കാര്യങ്ങളെ അദ്ദേഹം കർശനമായി എതിർത്തിരുന്നു എല്ലാ സമയത്തും. അതായത് സാമ്പത്തിക ഇടപാടുകളിൽ തന്നെയാണെങ്കിലും പല ഘട്ടത്തിലും നടരാജൻ തന്നെയാണ് ഈ നവജിത്തിനെ സഹായിക്കുകയും സാമ്പത്തികമായി പലയിടങ്ങളിലും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് അത്തരം ഒരു കാര്യങ്ങൾ തന്നിലൂടെ മാത്രം നടക്കുന്നു. മകൻ സാമ്പത്തികമായി സുരക്ഷിതത്വം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നില്ല. ഒപ്പം തന്നെ കിട്ടുന്ന സൗകര്യങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള വലിയ രോഷം അദ്ദേഹത്തിന്റെ മനസ്സിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ നവജിത്തിന്റെ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച് അത് താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു. അത് ആ വീട്ടിൽ ദീർഘകാലമായ അസ്വാരസ്യങ്ങൾ നിലനിർത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഭാര്യ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നവജിത്തിന്റെ ഭാര്യ പ്രസവവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ തേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാളെ കൗൺസിലിങ്ങിനടക്കം വിധേയമാക്കുമ്പോഴും രക്ഷകർത്താക്കളോട് ഒരു വലിയ പക അമ്മയോടല്ല അച്ഛനോട് ഉണ്ട് എന്നുള്ളത് ആ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിൽ തന്നെ ഈ ഒരു ഉയർന്ന സാമ്പത്തിക നില ഉള്ള കുടുംബം തന്നെയാണ്. സാമ്പത്തികം കൺട്രോൾ ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷിതത്വം ആ വീട്ടിലുള്ള പ്രധാനപ്പെട്ട ആൾ നടരാജനാണ്. നടരാജന്റെ അനുവാദത്തോടു കൂടി മാത്രമേ മറ്റ് സാമ്പത്തികമായ കാര്യങ്ങൾ ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയൂ.
യെസ്, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങേറ്റം ദാരുണമായ സംഭവമാണ് ആലപ്പുഴ കായംകുളത്തുണ്ടായത്. വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിന് 3 മക്കളിൽ മൂത്ത മകൻ യുവ അഭിഭാഷകനാണ് സ്വന്തം അച്ഛനെ അതിക്രൂരമായി 47 തവണ വെട്ടി കൊലപ്പെടുത്തിയത്. അമ്മയുടെ, അതായത് ഭക്ഷണവുമായി എത്തിയ അമ്മയുടെ കൈപ്പത്തിയിൽ വെട്ടി 3 വിരലുകൾ വെട്ടിമാറ്റുന്ന സാഹചര്യമുണ്ടായി. അമ്മ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ യുവ അഭിഭാഷകനായ നവജിത്ത് രാസലഹരിക്ക് അടിമയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ലൈംഗികാരോപണ കേസിൽ തന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വാദം അടച്ചിട്ട മുറിയിൽ വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. 6ാം ദിവസവും ഒളിവിൽ തുടരുന്ന രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ പരിഗണിക്കും. എന്നാൽ അറസ്റ്റിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെയും കാത്തു നിൽക്കേണ്ടെന്നാണ് ADGP അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണിത്. അതേസമയം രാഹുലിനെ കണ്ടെത്താനായി സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസിന്റെ തിരച്ചിൽ തുടരുകയാണ്. ഒരു സംഘം പൊള്ളാച്ചിയിലും ഒരു സംഘം കർണാടക അതിർത്തിയായ ബാംഗ്ലൂരിലും പരിശോധന നടത്തുകയാണ്. ബാംഗ്ലൂരിൽ രാഹുൽ എത്തിയ കാർ പോലീസ് കണ്ടെത്തി. കാറിനൊപ്പം ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് വിവരം. ഡാൻ കുര്യനും BB വിനോദും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, 6ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനിടെ സംസ്ഥാനത്ത് പുറത്തുണ്ടെന്ന വ്യക്തമായ സൂചനകളുണ്ട്. കർണാടക അതിർത്തിയിൽ എത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അവിടെ ഉണ്ടായിരുന്ന കാറിലൊപ്പം ഉണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ കർണാടകയിൽ തന്നെ ആയിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ? എന്താണ് പോലീസ് അന്വേഷണം? എങ്ങനെയാണ് പോലീസിന്റെ അന്വേഷണം? കാരണം നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് അറസ്റ്റിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു വിലയിരുത്തലായിരുന്നു ഉദ്യോഗസ്ഥർ ഒരു സമയം വരെ. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ ഭാഗത്തു നിന്ന് ബോധപൂർവമായ ഒരു ഗൂഢാലോചന, പ്രത്യേകിച്ച് ഇരയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നടന്ന ഇടപെടലുകളടക്കം ബോധപൂർവമായ ഒരു ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ കൃത്യമായി സൈബർ ക്രൈം പോലീസ് കണ്ടെടുക്കുകയും അത് ഈ കേസിൻ്റെ അന്വേഷണം നയിക്കുന്ന ഉദ്യോഗസ്ഥരുമായി പങ്കുവെക്കുകയും ചെയ്തതോടെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ കാത്തിരുന്നാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അത് അന്വേഷണത്തെ പിന്നീട് പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നൊരു വിലയിരുത്തലിൽ ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനായി കാത്തു നിൽക്കേണ്ടതില്ല എന്ന കൃത്യമായ നിർദ്ദേശം ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷിന്റെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. അതിന്റെ ഭാഗമായാണ് പാലക്കാട് പരിശോധന നടത്തിയ സംഘം പിന്നീട് കോയമ്പത്തൂരിലേക്കും പൊള്ളാച്ചിയിലേക്കും ഒക്കെ എത്തിയത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തലനാരിഴയ്ക്കാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് പരിശോധന നടത്തുന്നത്. പാലക്കാട് നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം രാഹുൽ പോയ സ്വകാര്യ വാഹനത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഈ ദിശകളിലൊക്കെ എത്തിയിരിക്കുന്നത്. പാലക്കാടും പൊള്ളാച്ചിയിലും കോയമ്പത്തൂരും രാഹുൽ എത്തിയെന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും അവിടെ നിന്ന് തലനാഴിക്ക് രാഹുൽ വാഹനത്തിൽ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് വിവരം. മാത്രമല്ല ഒരു വാഹനത്തിന് പകരം പല വാഹനങ്ങൾ ഒരേ സമയം മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം ഏതായാലും നടക്കുകയാണ്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ. അതായത് അടച്ചിട്ട മുറിയിലായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട വാദം ജഡ്ജി കേൾക്കേണ്ടത്. താൻ കൈമാറിയിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അത് പരിശോധിക്കേണ്ടത് അടച്ചിട്ട മുറിയിലായിരിക്കണം. അവിടെ ജഡ്ജി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അഭിഭാഷകരെയും മാധ്യമപ്രവർത്തകരെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പുറത്തുനിന്ന ആളുകളെയും കോടതി മുറിക്കുള്ളിൽ കയറ്റരുത് എന്ന അഭ്യർത്ഥനയായാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത്. അതായത് ഒരുപക്ഷേ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ ഈ ഡിജിറ്റൽ തെളിവുകളായി കൈമാറിയിട്ടുണ്ട് എന്നാണ് സൂചന. ഒരുപക്ഷേ അത് പരിശോധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുന്നത് വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലായിരിക്കാം അത്തരത്തിലൊരു നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് എന്താണെന്ന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവാത്ത ഒരു സ്ഥിതിയിലേക്ക് അന്വേഷണം എത്തുകയാണ്. നിലവിൽ 2 നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പരിശോധന നടക്കുന്നതെന്നാണ് വിവരം. അത് ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്ന് കൃത്യമായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നില്ല. അതിനൊരു പരിമിതിയുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു പോയാൽ അത് പ്രതികൾക്ക് സഹായകരമാകുമെന്നൊരു വിലയിരുത്തലാണ്. അതോടൊപ്പം ജോബി ജോസഫും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരുമിച്ച്
ഒരുമിച്ചാണോ യാത്ര ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ. കാരണം ജോബിക്ക് വേണ്ടിയുള്ള തിരച്ചിലും ആ ദിവസം മുതൽ തന്നെ തുടരുകയാണ്. പക്ഷേ ജോബിയും ഒളിവിലാണ് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. യെസ്, ഡാൻ തുടരുക. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറിയണം. കാരണം ഇന്നലെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചപ്പോൾ കൂടുതൽ തെളിവുകൾ, അതായത് ഈ അതിജീവിക്കെതിരായിട്ടുള്ള കൂടുതൽ തെളിവുകൾ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചിരുന്നു. വാട്സാപ്പ് ചാറ്റുകൾ, മറ്റ് ശബ്ദരേഖകളടക്കം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്തായാലും നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് വേറെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. വി വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഊർജിത ശ്രമം നടത്തുന്നുണ്ട്. ഇന്നലെ CPM നേതൃത്വം ഉന്നയിച്ച ആരോപണം കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ കഴിയാൻ സൗകര്യം ഒരുക്കുന്നതെന്നാണ്. പ്രത്യേകിച്ചും ഇയാൾ കർണാടകയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്, അവിടെ കോൺഗ്രസ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിനായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു ലൈംഗികാരോപണം നേരിടുന്ന ഒരു കോൺഗ്രസ് നേതാവ് അറസ്റ്റിനായിക്കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയുടെ അറിവോട് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഒളിത്താവളം ഒരുക്കുന്നു എന്ന് തന്നെ സംശയിക്കണം. ടോം, തീർച്ചയായിട്ടും ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ രാഹുലിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അതിൽ വ്യത്യസ്തമായ നിലപാട് തുടക്കം മുതലെടുത്ത 3 നേതാക്കൾ, VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ, ഈ 3 പേരുമാണ് ഈ കേസിൻ്റെ തുടക്ക സമയം മുതൽ തന്നെ അതിന് ഈ പെൺകുട്ടിക്ക് ഒരു നീതി ലഭിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ സത്യമാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. ഈ 3 നേതാക്കൾ തുടക്കം മുതൽ ഒരേ നിലപാട് സ്വീകരിച്ചു. പക്ഷേ നമ്മൾ കണ്ടതാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് പല സ്ഥലങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് നേതാക്കളുമായി ചേർന്ന് പല പരിപാടികളിൽ പങ്കെടുക്കുന്നു, അവിടെ വേദി പങ്കിടുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുമായി അദ്ദേഹം വേദി പങ്കിട്ടു. അവിടെയൊക്കെ തന്നെ വളരെ ഊഷ്മളമായി തന്നെയാണ് LDFിലെയും UDFിലെയും ഒക്കെ തന്നെ പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തോട് പ്രതികരിച്ചത്. പക്ഷേ ഈ പരാതി വരികയും കേസ് കൂടുതൽ ബലക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ ഒരു വിഭാഗം നേതാക്കൾ അതിൽ തന്നെ പിന്നാക്കം പോകുന്ന ഒരു നിലയുള്ളത്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ ഈ യുവതിയെ അപമാനിച്ച ദീപ എന്ന വ്യക്തി ഉൾപ്പെടെയുള്ളവർ വിദേശത്തേക്ക് കടന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം നേരത്തെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ പിടിയിലാകുമ്പോൾ ഒരു വീര പരിവേഷമായിരുന്നു. വീട് വളഞ്ഞ് പോലീസ് പിടികൂടി, എന്തിനാണ് വിളിച്ചാലെത്തുന്ന ഒരു നേതാവിനെ ഇങ്ങനെ വീട് വളഞ്ഞൊക്കെ പോലീസ് പിടികൂടുന്നതെന്ന അടക്കമുള്ള ചോദ്യങ്ങൾ ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു. പിന്നീട് ജാമ്യം കിട്ടുമ്പോൾ വലിയ വരവേൽപ്പാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ രാഹുലിന് ലഭിച്ചത്. അവിടെ മുതലുള്ള രാഹുലിൻ്റെ കരിയറാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ തകർച്ചയിലേക്ക് വന്ന് നിൽക്കുന്നതെന്ന് നിസ്സംശയം പറയാം. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ നെട്ടോട്ടമോടുന്നു. ആ രാജകീയ പരിവേഷത്തിൽ നിന്നൊക്കെ മാറി ഈ കേസ് കൂടുതൽ ഗൗരവത്തിലൂടെ പോകുമ്പോൾ രാഹുൽ ഈശ്വർ പോലും റിമാൻഡിലാകുന്ന നിലയാണ്. പെൺകുട്ടിയുടെ വിവരങ്ങൾ പൂർണ്ണതോതിൽ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ആ പെൺകുട്ടിയെ തിരിച്ചറിയുന്ന തരത്തിൽ, അത് സോഷ്യൽ മീഡിയയ്ക്ക് വേട്ടയാടാൻ കഴിയുന്ന തരത്തിലേക്ക് ആ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അതിശക്തമായി വാദിച്ച രാഹുൽ ഈശ്വർ ഇപ്പോൾ റിമാൻഡിൽ ജയിലിൽ കഴിയുന്ന സാഹചര്യമാണ്. അവിടെയാണ് തൻ്റെ നില പന്തിയല്ല എന്ന് രാഹുൽ മാങ്കൂട്ടം തിരിച്ചറിയുന്നത്. നെട്ടോട്ടമോടുന്നു എന്ന് തന്നെ പറയാം. കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസങ്ങളിലായി സഞ്ചരിക്കുന്നു എന്ന് തന്നെയാണ്. ബാംഗ്ലൂർ എന്ന ഒരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം രാവിലെ വരെ രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ആളുകൾ, ഉദ്യോഗസ്ഥർ അവിടെ എത്തുമ്പോൾ ഉച്ചയോടുകൂടിയാണ് അവർ അവിടെ എത്തുന്നത്. ആ സമയത്തും അതുവരെ ഉപയോഗിച്ചിരുന്ന വാഹനം അവിടെ ഒഴിവാക്കി കർണാടകയിലേക്ക് രാഹുൽ മാങ്കൂട്ടം കടന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ആദ്യത്തെ വാഹനം ഓടിച്ചിരുന്ന ആൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇയാളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. തമിഴ്നാട് കർണാടക അതിർത്തി എന്ന് പറയുമ്പോൾ അവിടെ മലയാളികളായ നിരവധി ആളുകൾക്ക് തോട്ടവും ഫാം ഹൗസും ഒക്കെ ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഹോട്ടലുകളിലൊക്കെ താമസിച്ചാൽ അത് സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവിൽ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം താമസിക്കാനുള്ള ഇടയുണ്ട് എന്ന വിലയിരുത്തൽ. നാളെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. അതുവരെ പിടികൊടുക്കാതിരിക്കുക എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ലുക്കൌട്ട് നോട്ടീസ് നേരത്തെ അന്വേഷണ സംഘം പുറത്തിറക്കിയിരുന്നു. വിദേശത്തേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കമാണ് നടത്തിയത്. ഒരു ഓൺലൈൻ
മാധ്യമ സ്ഥാപന ഉടമ അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തെ വിദേശത്തേക്ക് കടക്കുന്നതിന് വേണ്ടി ചില ചരടുവലികൾ നടത്തുന്നുവെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ അതീവ ജാഗ്രത പുലർത്തുന്നത്. മാത്രമല്ല ഇപ്പോൾ സംസ്ഥാന സർക്കാർ പോലീസിന് നൽകിയിട്ടുള്ള നിർദ്ദേശവും അങ്ങനെ തന്നെയാണ്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഉണ്ടെങ്കിൽ പോലും അറസ്റ്റിന് യാതൊരുവിധ തടസ്സവുമില്ല. നിയമപരമായി അങ്ങനെ ഒരു തടസ്സമില്ല. കോടതിയുടെ മുമ്പിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഉണ്ടെങ്കിലും അറസ്റ്റ് നടത്താവുന്ന സാഹചര്യം തന്നെയാണ്. നിയമപരമായി അത് നടക്കുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പിടികൂടുക. അതുകൊണ്ട് തന്നെയാണ് വിനോദ് സൂചിപ്പിച്ചതുപോലെ അതിവേഗത്തിലുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ മണിക്കൂറുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അതിനിർണായകമാണ്. കാരണം പോലീസ് ഇയാൾ ഉള്ള സ്ഥലങ്ങൾ ഒരുപക്ഷെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ പോലീസിന് കഴിയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി. ഡാൻ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലെത്തുമ്പോൾ, കോടതി പരിഗണിക്കുമ്പോൾ പല തെളിവുകളും, കാരണം സമാനമായ പല കേസുകളിലും ഇതുപോലെ വിവാഹിതരായിട്ടുള്ള യുവതികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വന്ന കേസുകളിലൊക്കെ പ്രതികൾക്ക് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച ചരിത്രമുണ്ട്, അല്ലെ? അത്തരം പല കേസുകളും നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം തെളിവുകൾ ഒന്നടങ്കം ഒരു കോടതിക്ക് മുൻപാകെ അണിനിരത്തി ഈ കേസിൽ നിന്നും രക്ഷപ്പെടാമെന്ന് രാഹുൽ മാങ്കൂട്ടം കരുതുന്നുണ്ട്. പക്ഷെ ഇവിടെ അത്ര നിസ്സാരമായിട്ടുള്ളൊരു കേസല്ല. ഒരു ലൈംഗിക ചൂഷണം മാത്രമല്ല, ഗർഭചിത്രം നടത്തുക, അതും നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുക. സ്വാഭാവികമായി കേസിൻ്റെ ഗൗരവം മാറും, സ്വഭാവം മാറും. അത് അത്ര എളുപ്പമായിരിക്കുമോ? നാളെ കോടതിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് തെളിവുകളൊക്കെ എത്ര ഉണ്ടെങ്കിലും ഈ അതിജീവിക്കെതിരെ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴും കേസിൻ്റെ ഗൗരവം കുറയുന്നില്ലല്ലോ ഡാൻ. ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളും അതോടൊപ്പം ആരോപണം ഉന്നയിച്ച ആളുകളും, ഈ രണ്ട് വിഭാഗങ്ങളും ഏത് തരത്തിലാണ് സമൂഹത്തിൽ ഇവരുടെ സ്വാധീനം എത്രയാണ്, അല്ലെങ്കിൽ അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്, ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു കേസിൽ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ആരോപണ വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ MLA ആണ്. മാത്രമല്ല പ്രതിപക്ഷത്തെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഭാഗമായി വളരെ ശക്തമായി മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരു യുവ നേതാവ് കൂടിയാണ്. അങ്ങനെ ഒരാൾക്ക് സ്വാഭാവികമായി സമൂഹത്തിൽ പല തട്ടുകളിലുള്ള ഉന്നതരുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാകും. അങ്ങനെ ഉന്നത ബന്ധങ്ങൾ ഉള്ള ആരോപണ വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന കാര്യമാകും പ്രോസിക്യൂഷൻ നാളെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ രാഹുലിനൊരു തിരിച്ചടി ഉണ്ടായാൽ അതിന് ഏറ്റവും പ്രധാന ഒരു കാരണമായി മാറാൻ പോകുന്നത് ഈ പരാതി നൽകിയതിന് പിന്നാലെ രാഹുലിനെ വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രാഹുൽ അനുകൂലികൾ സൈബർ ഇടങ്ങളിൽ ഇരയെ അധിക്ഷേപിച്ചുകൊണ്ടും അവരുടെ ചിത്രം പരസ്യമാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടും നടത്തിയ നീക്കം, അതിന് പിന്നിലെ സംഘടിത സ്വഭാവം, ആ കേസുമായി ബന്ധപ്പെട്ട് സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR, ആ FIR-ൽ മറ്റ് പ്രമുഖർ ഉൾപ്പെടെ രാഹുൽ ഈശ്വർ ഉൾപ്പെടെ പ്രതികളായിരിക്കുന്ന സാഹചര്യം, അതിൽ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ തുടരുമ്പോൾ തന്നെ രാഹുൽ ഈശ്വർ അകത്താകുന്ന ദാരുണമായൊരു സാഹചര്യം, ഇതടക്കം കോടതി പരിഗണിക്കും. മാത്രമല്ല ഇത് തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഈ രണ്ട് കേസുകൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അവിടെ തെളിവുകൾ നശിപ്പിക്കുന്നതിനായുള്ള ബോധപൂർവമായ നീക്കം ജാമ്യം നൽകിയാൽ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രോസിക്യൂഷൻ ശക്തമായി കോടതിയിൽ വാദിക്കും. അതേസമയം രാഹുലിൻ്റെ അഭിഭാഷകൻ പ്രധാനമായി ഉന്നയിക്കാൻ പോകുന്ന കാര്യം, ഇതൊരു കൺസെൻറ്റോടെ നടന്ന റിലേഷനാണ്. അങ്ങനെ ഒരു റിലേഷൻ പെട്ടെന്നൊരു ഘട്ടത്തിൽ എങ്ങനെ ഒരു പീഡനമായി വ്യാഖ്യാനിക്കാൻ കഴിയും എന്നതായിരിക്കും. അവിടെ കോടതിയുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറാൻ പോകുന്നത്, കോടതി കാണിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വാദമുഖം, ഈ കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തി എന്ന കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഗർഭമല്ല ഇത് എന്നാണ്. അതായത്
ഇരയുടെ ഭർത്താവിൽ നിന്നായിരിക്കാം അവർ ഗർഭം ധരിച്ചിരിക്കുന്നത്, തനിക്കതിൽ ഉത്തരവാദിത്തമില്ലെന്നാണ്. അപ്പോൾ കോടതിയുടെ മുമ്പിലുണ്ടാകുന്ന ചോദ്യം, പിന്നെ തൻ്റെ ഗർഭമല്ല എങ്കിൽ പിന്നെ എന്തിന് ആ ഗർഭം അലസിപ്പിക്കുന്നതിന്, ഗർഭചിത്രം നടത്തുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മർദ്ദം ചെലുത്തി? അതിനുവേണ്ടി ആ ഗുളികകൾ സുഹൃത്തിൻ്റെ കൈവശം കൊടുത്തുവിട്ടു എന്നതായിരിക്കും. ഒരുപക്ഷെ അത് സംബന്ധിച്ച പ്രാഥമികമായ തെളിവുകൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജോബി ജോസഫ് എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തിനെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടം ഈ സുഹൃത്ത് മുഖേന എത്തിച്ച് നൽകിയ ഗുളിക കഴിച്ച് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന യുവതി ചികിത്സ തേടിയ നഗരത്തിലെ ഡോക്ടർമാരുടെ മൊഴി ഈ കേസിൽ സുപ്രധാനമായി മാറുകയാണ്. അവർ നൽകിയിരിക്കുന്ന മൊഴി രേഖാമൂലം നാളെ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കും. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. അങ്ങനെ ഒരു അനുകൂല തീരുമാനമായി ഉണ്ടാകുന്നതെങ്കിൽ രാഹുലിനെ അനുകൂലിക്കുന്നവർക്കും അതൊരു ആശ്വാസമായിരിക്കും. മറിച്ച് പ്രതികൂലമായ തീരുമാനമാണെങ്കിൽ ഒരുപക്ഷെ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് രാഹുലിൻ്റെ ഭാഗം നീങ്ങും. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ നാളെ വരെ കാത്തിരിക്കണമെന്ന് മാത്രം. അതാണ് ഡാൻ സൂചിപ്പിച്ചതുപോലെ, കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല, കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഈ കേസ് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാകില്ല. നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. ഇതോടൊപ്പം രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിനും എന്തായിരിക്കും ഇനി നടപടി ഉണ്ടാവുക എന്നതും അറിയേണ്ട കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയ കൂടുതൽ പേർക്കെതിരെ കേസ് തിരുവനന്തപുരത്തും ഇടുക്കിയിലും എറണാകുളത്തും കണ്ണൂരിലുമടക്കം കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസിലാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. സന്ദീപ് വാര്യരും അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖരും കേസിൽ പ്രതികളാണ്. നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമി, കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുന്നു, കേസ് ഉണ്ടാകുന്നു, ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്നുണ്ടോ? എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ഇതുവരെ 20 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും കേസ് ഉണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അപമാനിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ പുറത്തുവിടുകയോ ചെയ്യുന്ന സൈബർ ഇടങ്ങൾ, ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൃത്യമായി പരിശോധിക്കണമെന്നും അവർക്കെതിരെ നടപടി എടുക്കണമെന്നും ADGP ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് തുടങ്ങിയത്. നമുക്കറിയാം, രാഹുൽ ഈശ്വർ ആയിരുന്നു ആ കേസിലെ ആദ്യത്തെ അറസ്റ്റ് ഉണ്ടായത്. രാഹുൽ ഈശ്വറിന് ശേഷം സന്ദീപ് വാര്യരും മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് കൂടുതൽ ആളുകൾക്ക് എതിരെ കൂടി കേസെടുത്തിരിക്കുന്നത്. ഇതുവരെ 20ഓളം പേർക്കെതിരെ കേസെടുത്തു എന്നാണ് പോലീസ് സേനയിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതിൽ എറണാകുളത്തെ 2 കേസുകളാണ് എറണാകുളം സൈബർ പോലീസ് എടുത്തിരിക്കുന്നത്. ഒന്ന് റസാഖ് PA, മറ്റൊന്ന് രാജു വിദ്യകുമാർ എന്നിവർക്കെതിരെയാണ് IT ആക്ട് പ്രകാരം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ പരാതിക്കാരിയുടെ ചിത്രം പങ്കുവയ്ക്കുകയും മോശമായിട്ടുള്ള കമന്റുകൾ ഇടുകയും ചെയ്തു എന്നാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ 2 പേരെയും ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൂടാതെ തിരുവനന്തപുരത്തും ഇടുക്കിയിലും കണ്ണൂരിലും അടക്കം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പരാതിക്കാരിയുടെ ഫോട്ടോ തിരിച്ചറിയുന്ന രീതിയിലേക്ക് ആ ഫോട്ടോയും അതോടൊപ്പം തന്നെ അതിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കുറിപ്പ് എഴുതുകയും ചെയ്ത അബ്ദുൾ കെ നാസർ, ഇടുക്കി നെടുങ്കണ്ടം പോലീസ് കേസെടുത്തിരിക്കുകയാണ് അബ്ദുൾ കെ നാസറിനെതിരെ. അതോടൊപ്പം കണ്ണൂരിൽ സുനിമോൻ KM എന്ന വ്യക്തിയുടെ പ്രൊഫൈലും സുനിമോൻ KM എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയ വ്യക്തിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഒപ്പം ഈ സന്ദീപ് വാര്യരുടെ പോസ്റ്റിലെ വിവരങ്ങൾ ഷെയർ ചെയ്ത മറ്റൊരു വ്യക്തിക്കെതിരെ, തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയായ വ്യക്തിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ കേസ് വീതം രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. സൈബർ ഇടങ്ങളിൽ അതിസുരക്ഷ തന്നെയാണ്. കൃത്യമായ സൂചന തന്നെയല്ലേ നവമി ഈ വിഷയത്തിൽ പോലീസ് നൽകുന്നത്? കാരണം സ്ത്രീകളെ സൈബറിടത്ത് അധിക്ഷേപിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നു. അത് എത്ര ഉന്നതരാണേലും പോലീസ് അവർക്കെതിരെ കേസെടുക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ, അങ്ങനെയുള്ള പ്രമുഖരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഷൈൻ ടീച്ചറെ, CPM നേതാവ് ഷൈൻ ടീച്ചറെ സമൂഹ മാധ്യമങ്ങളുടെ അധിക്ഷേപിച്ച കേസിലും സമാനമായ രീതിയിൽ കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇതൊരു കൃത്യമായ സൂചനയല്ലേ പോലീസ് നൽകുന്നത്? കാരണം ഈ രീതിയിൽ സ്ത്രീകളെ
അധിക്ഷേപിച്ചാൽ, സൈബർ ഇടത്ത് അധിക്ഷേപിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പല്ലേ ഇത്? തീർച്ചയായും ടോം, ഇത്തരത്തിലൊരു പരാതി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈബർ അതിക്രമം നേരിടുന്നത് സ്ത്രീകൾ തന്നെയാണ്, പരാതിക്കാർ തന്നെയാണ്. അവർക്കെതിരായിട്ട് വളരെ മോശമായ രീതിയിൽ അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒക്കെ കുറിപ്പിടുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ നിരവധിയാണ്. നമുക്കറിയാം, ഇതിനു മുൻപും പല തരത്തിലുള്ള കേസുകൾ നമ്മൾ കണ്ടതാണ്. ഈ ഷൈൻ ടീച്ചർ അതുപോലെ ഇപ്പോൾ ഹണി റോസിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ്. അവർക്കെതിരായി വരുന്ന സൈബർ അധിക്ഷേപം എത്ര രൂക്ഷമായിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അവരെ തികച്ചും അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ, വ്യക്തിഹത്യ ചെയ്യുന്ന പോസ്റ്റുകൾ, അവരെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെ പോലും ഉൾപ്പെടുത്തുന്ന തരത്തിലേക്ക് പോലും ഈ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലാണ് സൈബർ ഇടങ്ങളിൽ ഓരോ ദിവസവും നമ്മൾ കാണുന്നത്. ഇവിടെയും അത് തന്നെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതി വരുമ്പോൾ തന്നെ അവിടെയും ഈ പെൺകുട്ടിയെ മോശക്കാരിയാക്കാൻ, അല്ലെങ്കിൽ ആ പെൺകുട്ടി ആരാണെന്ന് പുറം ലോകത്തെ അറിയിക്കാൻ വ്യഗ്രതപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടതാണ്. അതിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടിയെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ പോലും മോശമാക്കി കാണിക്കുന്ന പല തരത്തിലുള്ള കമന്റുകളും കുറിപ്പുകളും ചിത്രങ്ങളുമാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ രാഹുൽ മാങ്കൂട്ടം അനുകൂലികൾ എന്നതിനപ്പുറത്തേക്ക് ഒരു വിഭാഗം ആളുകൾ ഈ പരാതിക്കാരിയെ വെറുതെ മോശപ്പെടുത്തുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് കർശന നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സൈബർ പോലീസ് കൃത്യമായി തന്നെ ഈ സോഷ്യൽ മീഡിയകളെല്ലാം പരിശോധിക്കുകയും ഇത്തരത്തിലുള്ള മോശം കമന്റുകളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നത്. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റോടുകൂടി നമ്മളത് കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കടുത്ത നടപടികളിലേക്ക് തന്നെയാണ് സൈബർ പോലീസും കടന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും ഈ രീതിയിൽ കർശനമായ നടപടി പോലീസ് സ്വീകരിക്കുന്നത് നല്ലതാണ്, ഒരു താക്കീത് തന്നെയാണ്. പക്ഷേ ഇത് രാഷ്ട്രീയം നോക്കാതെ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണം. കാരണം ഇവിടെ നിരവധി മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ വനിതാ നേതാക്കളെ അല്ലെങ്കിൽ മറ്റു സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങൾ അധിക്ഷേപിക്കുന്ന നിരവധി കേസുകളുണ്ട്. പക്ഷെ അത്തരം കേസുകളിലും പോലീസ് ഈ രീതിയിലൊരു ഇടപെടൽ നടത്താറില്ല. പക്ഷേ നീതി എല്ലാവർക്കും ഉറപ്പാക്കാനുള്ള ബാധ്യത നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കുണ്ട് എന്ന കാര്യം പോലീസ് മറക്കരുത്. സ്പോട്ട് ലൈവ് തുടരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് പ്രതി ആത്മഹത്യ ചെയ്തു. വയനാട് കേണിച്ചിറ സ്വദേശി ജിൽസനാണ് കഴുത്തു മുറിച്ച് ജീവനൊടുക്കിയത്. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇയാൾ ജയിലിലായത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സുമേഷ് മോറാഴ് ചേരുന്നുണ്ട്. സുമേഷ്, കഴിഞ്ഞ വിഷു ദിനത്തിലാണ് ഈ ജിൽസൺ ഭാര്യയെ കൊലപ്പെടുത്തിയത്. ഏറെ ഞെട്ടലുളവാക്കിയൊരു വാർത്തയായിരുന്നു. അതായത് മക്കളെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം ഭാര്യയെ കഴുത്ത് മുറിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ ഭർത്താവ്. അതിനുശേഷം ഈ ജിൽസൺ അന്ന് ആത്മഹത്യാ ശ്രമം നടത്തിയതാണ്. പക്ഷേ ആ ഭാഗ്യം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ പിന്നീട് പോലീസിൻ്റെ പിടിയിലാകുന്നു, റിമാൻഡിലാകുന്നു. എന്താണ് ആത്മഹത്യക്കാരുടെ കുറ്റബോധം കൊണ്ടുള്ള ആത്മഹത്യ, അങ്ങനെ തന്നെ കരുതണോ? ടോം സൂചിപ്പിച്ചതുപോലെ വയനാട് കേണിച്ചിറ കേളമംഗലം സ്വദേശിയായിട്ടുള്ള ജിൽസൺ, ഇദ്ദേഹത്തിന് 43 വയസ്സാണ്. ഇദ്ദേഹമാണ് ഇന്ന് രാവിലെ 5:45 കൂടി ഈ ചോര വാർന്ന് കിടക്കുന്ന നിലയിൽ ഈ ജയിൽ അധികൃതർ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നിരുന്ന സമയം ഈ ശരീരം മുഴുവനായി പുതപ്പ് മൂടിയതിനു ശേഷം ഈ കത്തി കൊണ്ട് കഴുത്തിന് സ്വയം മുറിച്ചു എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചേരുന്നുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപും ഇദ്ദേഹം ഈ ആത്മഹത്യ ശ്രമം നടത്തിയിരുന്നു. അതായത് ഇയാൾ വാട്ടർ അതോറിറ്റിയിൽ ജീവനക്കാരനായിരുന്നു. ഈ കടബാധ്യത കാരണമായിരുന്നു ഈ ഭാര്യയെ കൊലപ്പെടുത്തുകയും ഈ 2 മക്കളെ ഈ റൂമിൽ അടച്ചിട്ടതിന് ശേഷം ഭാര്യയെ കൊലപ്പെടുത്തുകയും പിന്നീട് ഇയാൾ പിന്നീട് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ആ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെ പ്രതി ചേർത്ത് മാനന്തവാടി സബ് ജയിൽ പാർപ്പിക്കുകയും 5 മാസങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5:45 കൂടിയാണ് ഇദ്ദേഹത്തെ ഈ ചോര വാർത്ത നിലയിൽ
കാണപ്പെട്ടത്. ഏതായാലും ജയിൽ അധികൃതർ പറയുന്നത് അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം ഇദ്ദേഹം ഈ മാനസികമായി ആകെ വല്ലാത്ത രീതിയിലായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി വരികയായിരുന്നു. ഈ സാധാരണ നിലയിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇദ്ദേഹം ഒരു കൃത്യം ചെയ്തത്. ഇദ്ദേഹം അതൊരു കൃത്യമായ ഒരു ആസൂത്രണം തന്നെ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് മറ്റ് ആത്മഹത്യകൾ ചെയ്യുന്നത് പോലെയല്ല, അതായത് മറ്റാളുകൾ ശ്രദ്ധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അതായത് പുതപ്പ് കൊണ്ട് ശരീരം മുഴുവൻ മൂടിയതിനു ശേഷം ഈ പുതപ്പിന്റെ ഉള്ളിൽ നിന്നാണ് ഇദ്ദേഹം ഈ കത്തി പോലുള്ള ചെറിയ മൂർച്ചമേറിയ ഒരു ആയുധം കൊണ്ട് ഇദ്ദേഹം കഴുത്തു മുറിക്കുന്നത്. തുടർന്ന് രക്തം വാർന്നാണ് ഇദ്ദേഹം മരിക്കുന്നത്. ഏകദേശം രാത്രിയോട് കൂടി ഇദ്ദേഹം ഈ കൃത്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇദ്ദേഹത്തിന്റെ മൃതശരീരം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലാണുള്ളത്. ഇതിനു മുമ്പും ഇദ്ദേഹം 2 തവണ ആത്മഹത്യ ശ്രമിച്ചു എന്നതുപോലെ ഇതിനു മുൻപും ഇയാൾ ജിൽസൺ ആത്മഹത്യാ ശ്രമം ജയിലിൽ വെച്ച് തന്നെ നടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് കൗൺസിലിംഗ് നടത്തി ഇയാളുടെ അതായത് വലിയൊരു ഡിപ്രഷൻ, പലപ്പോഴും ഈ വിഷാദ രോഗം പ്രകടിപ്പിച്ചിരുന്നു, മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് കൗൺസിലിംഗിന് പലപ്പോഴും വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സുമേഷ് സൂചിപ്പിച്ചതുപോലെ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരനായിരുന്നു, പക്ഷെ നല്ലൊരു ചിത്രകാരൻ കൂടിയാണ്, വലിയൊരു കഴിവുള്ള വ്യക്തിയായിരുന്നു ജിൽസൺ. പക്ഷെ സാമ്പത്തിക ബാധ്യത, കുടുംബ പ്രശ്നം, അതൊടുവിൽ ഒരു കുടുംബം തന്നെ തകരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നു ഈ കൗൺസിലിങ്ങിന് വിധേയമാക്കിയ ശേഷം ചില കൗൺസിലർമാരുടെ നിർദ്ദേശപ്രകാരം ജയിലിൽ വെച്ച് തന്നെ കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു ജിൽസൺ. അങ്ങനെ ജിൽസന്റെ ആ ഒരു സ്വഭാവത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റി ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാനുള്ള ഇടപെടലൊക്കെ നടത്തിക്കൊണ്ടുവരുന്നു. അടുത്ത ദിവസം ഈ ജിൽസന്റെ ഒരു ചിത്ര പ്രദർശനമൊക്കെ നടത്താനുള്ള നീക്കവും ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇത്തരമൊരു ദാരുണമായൊരു സംഭവം ഉണ്ടായത്. അങ്ങനെ തുടർച്ചയായി ഈ ഉള്ള ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ ഇയാളുടെ ഒരു മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ ഈ ഒരു വിഷാദം ഇത് തന്നെ ആയിരിക്കുമോ കാരണം? തീർച്ചയായും ടോം, അത് തന്നെയാണ് ഈ ജയിൽ അധികൃതരും പറയുന്നത്. അതായത് ഇദ്ദേഹം ഈ ഭാര്യയെ കൊലപ്പെടുത്തിയതിനുള്ള കുറ്റബോധം ഇയാളെ വല്ലാത്ത രീതിയിൽ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ വളരെ മാനസികമായി വളരെ മോശമായ ഒരു കണ്ടീഷൻ, അതായത് മറ്റുള്ള ആളുകളോട് ഇദ്ദേഹം സംസാരിക്കില്ല, കൂട്ടം കൂടി നിൽക്കില്ല, അതുപോലെയുള്ള പല കാര്യങ്ങളിലും ഇയാൾ ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു നിന്നിരുന്നത് എന്ന് തന്നെയാണ് ഈ ജയിൽ അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വേണ്ട രീതിയിൽ നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെ നടത്തി. എന്നാലും ആ വേണ്ട രീതിയിലുള്ള ഒരു റിക്കവറി ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാലും ഈ മാസങ്ങൾക്ക് ശേഷം ഒരു സാധാരണ നിലയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ നല്ലൊരു ചിത്രകാരനാണ്. അങ്ങനെ ആ രീതിയിൽ ഇദ്ദേഹത്തെ മാനസികമായി ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ ജയിൽ അധികൃതരുടെ ഭാഗത്തുണ്ടാവുന്നത്. അങ്ങനെ ഈ ജയിലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇദ്ദേഹം അനവധി ചിത്രങ്ങൾ വരയ്ക്കുന്നു. അതിനുള്ള സഹായങ്ങൾ ജയിലിന്റെ ജീവനക്കാർ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഒരു വിശാലമായ രീതിയിലുള്ള ഒരു ചിത്ര പ്രദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഈ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടന്നു വരിക. ആ സമയത്താണ് ഇദ്ദേഹം ഇത്തരം ഒരു കൃത്യം ചെയ്തത് എന്ന് തന്നെയാണ് ഇതിലെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഇതൊരു വളരെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സുമേഷ് മോറാഴയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. അനാശാസ്യ കേസിൽ അറസ്റ്റിലായ യുവതിയെ പീഡിപ്പിച്ചെന്ന ആരോപണം നേരിടുന്ന വടകര ഡിവൈഎസ്പിയെ സുമേഷിനെ രക്ഷിക്കാൻ നീക്കം. സുമേഷിനെതിരെയുള്ള കൂടുതൽ നടപടികൾ വൈകുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. യുവതി ഇതുവരെയും പരാതി നൽകിയിട്ടില്ലെന്നാണ് ഇതിന് കാരണമായി പോലീസ് പറയുന്നത്. ഉമേഷിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. അനാശാസ്യ കേസിൽ അറസ്റ്റിലായ യുവതിയെ ഡിവൈഎസ്പി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നായിരുന്നു ആത്മഹത്യ ചെയ്ത ചെർപ്പുളശ്ശേരി CI ബിനു തോമസ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരുന്നു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, ഈ ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ കാര്യങ്ങൾ ശരിവെക്കുന്നതായിരുന്നു ഈ യുവതിയുടെ മൊഴി. പക്ഷേ പോലീസ് ഇപ്പോൾ പറയുന്ന വിചിത്രമായ വാദം യുവതി ഇതുവരെയും പരാതി നൽകിയിട്ടില്ല എന്നാണ്. പക്ഷേ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പരാമർശമുണ്ട്. ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ ആരാണ് സംരക്ഷിക്കുന്നത്? അത്തരം ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ?
ടോം അങ്ങേയറ്റം അപകടകരമായ അല്ലെങ്കിൽ ഗൗരവതരമായ ഒരു കുറ്റകൃത്യമാണ് ഇവിടെ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും ഇത്തരത്തിൽ പലതരം കേസുകളുമായി ബന്ധപ്പെട്ട് യുവതികൾ, വനിതകൾ, സ്ത്രീകൾ ഇവരൊക്കെ ഈ പോലീസിനെ സമീപിക്കുന്ന സാഹചര്യമുണ്ടാകും. ചിലപ്പോൾ വാദിയായി സമീപിക്കേണ്ട സാഹചര്യം വരും, ചിലപ്പോൾ പ്രതികളായൊക്കെ പോലീസിൻ്റെ അടുത്തേക്ക് എത്തേണ്ട സാഹചര്യം വരും. ഇത്തരമൊരു സാഹചര്യം ദുരുപയോഗം ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം മറന്ന് ഇത്തരം തെറ്റായ സമീപനങ്ങളിലേക്ക് ചിലപ്പോഴെങ്കിലും ഉദ്യോഗസ്ഥർ വഴുതി മാറുന്നു എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാന കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമുക്ക് അറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ 2014 നടന്ന സംഭവമാണ്. വടക്കഞ്ചേരിയിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ ഒരു തുടർച്ചയായാണ് ഇപ്പോഴത്തെ ഈ കാര്യങ്ങളെ നമുക്ക് വിലയിരുത്തേണ്ടത്. അന്ന് അനാശാസ്യ കുറ്റവുമായി ബന്ധപ്പെട്ടാണ് ഒരു യുവതിയെയും ചില ആളുകളെയും പോലീസ് പിടികൂടുന്നത്. അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ചില നീക്കുപോക്ക് ചർച്ചകൾ നടക്കുന്നു. കൈക്കൂലിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നു. ഇതിനുശേഷം ഈ അറസ്റ്റ് പോലും രേഖപ്പെടുത്താതെ യുവതിയെ വിട്ടയച്ചു എന്നാണ് ബിനോയ് തോമസിൻ്റെ, നേരത്തെ മരിച്ച ചെർപ്പളശ്ശേരി SHO ആയിരുന്ന ബിനോയ് തോമസിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ ഒരു പരമ്പരകൾ തന്നെ പിന്നീട് അരങ്ങേറുന്നു. അതായത് 2014 ഈ സംഭവം നടക്കുമ്പോൾ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉമേഷ് എന്ന വടകരയുടെ DYSP, നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ഒക്കെ ആയി ജോലി ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹം CA ആയി ജോലി ചെയ്യുന്ന കാലമാണ്. അന്ന് അദ്ദേഹം ഈ സ്ത്രീയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നാണ് ബിനോയ് തോമസിൻ്റെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിക്കുന്നത്. ഈ ബിനോയ് തോമസിനോടൊപ്പം പോയപ്പോഴാണ് ഇത്തരമൊരു മോശമായ കാര്യം അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇതിനുശേഷം പിന്നീടും 1-2 തവണ ഈ യുവതിയുടെ വീട്ടിൽ അദ്ദേഹം പോയി എന്ന് പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ബിനോയ് തോമസും ഈ സ്ത്രീയുമായി ഒരു അടുപ്പം പുലർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ചില പ്രശ്നങ്ങൾ വീണ്ടും വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ബിനോയ് തോമസിൻ്റെയും ഒക്കെ ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത്. ചില നാടകീയമായ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു. ഇതിനുശേഷമാണ് ബിനോയ് തോമസ് ഈ ജീവനൊടുക്കുക എന്ന ഒരു മാർഗം തിരഞ്ഞെടുക്കുന്നത്. ഈ ജീവനൊടുക്കും മുമ്പ് ഇത്തൻ നേരത്തെ യുവതിയുടെ വീട്ടിലേക്ക് പലവട്ടം പോയ കാര്യം ഈ കുടുംബത്തെ അറിയിക്കും, അല്ലെങ്കിൽ ഇത് പുറംലോകം അറിയുമെന്ന രീതിയിലൊക്കെ ഉമേഷ് ചില ഭീഷണികൾ മുഴുക്കിയെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതേ തുടർന്നാണ് താൻ ആത്മഹത്യ എന്ന മാർഗം തിരഞ്ഞെടുത്തത് എന്നും പറയുന്നു. ഈ ലൈംഗിക പീഡനത്തിനപ്പുറം ഒരു പ്രതിയെ പണം വാങ്ങി, കൈക്കൂലി വാങ്ങി വിട്ടയച്ചു എന്നടക്കമുള്ള ചില ആരോപണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് കൂടിയാണ് ഈ SHOയുടെ പക്കൽ നിന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഈ SHOയുടെ വെളിപ്പെടുത്തലുകൾ വലിയ വിവാദമായതിനെ തുടർന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് വിവാദമായതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP, ഈ പാലക്കാട് ജില്ലയുടെ ക്രൈംബ്രാഞ്ച് DYSP ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുകയും ചെയ്തു. എന്തായാലും അന്ന് ആരോപണ വിധേയായ, അല്ലെങ്കിൽ അന്ന് അനാശാസ്യ കുറ്റത്തിനും കസ്റ്റഡിയിലെടുക്കപ്പെട്ട ആ യുവതിയും ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ടുള്ള ഒരു മൊഴിയാണ് പോലീസിന് നൽകിയത്. ആ റിപ്പോർട്ട് പിന്നീട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകുകയും ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശ പ്രകാരമാണ് ഔദ്യോഗികമായ കൃത്യനിർവഹണം, അല്ലെങ്കിൽ അത് പോലീസ് എന്ന അധികാരം ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തെ സർവീസിൽ നിന്നും ഇപ്പോൾ മാറ്റി നിർത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോഴും ഇവിടെ ഉയരുന്ന ചോദ്യം, എന്തുകൊണ്ട് മറ്റുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്നതാണ്. 2 ഗൗരവമുള്ള കുറ്റങ്ങളാണ് ഇവിടെ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ഒരു യുവതിയെ ലൈംഗിക പീഡനം നടത്തി, അതായത് കേസെടുക്കാൻ അനാശാസ്യ കുറ്റത്തിലും അറസ്റ്റിലാവപ്പെട്ട അവരോട് കേസെടുക്കില്ല, അല്ലെങ്കിൽ കേസിൽ ഒഴിവാക്കാം എന്ന് പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന കുറ്റം ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് ഒരു ഗുരുതരമായ കുറ്റകൃത്യത്തിന് പിടിച്ചയാളെ കൈക്കൂലി വാങ്ങി മോചിതയാക്കുന്ന എന്നൊരു സാഹചര്യം നിൽക്കുന്നു. മൂന്നാമത് വരുന്നത് ഈ ബിനോയ് തോമസിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളും നിൽക്കുമ്പോഴും യുവതിയുടെ അതാണ് അനീഷ്. കാരണം മറ്റ് കേസിൽ, അതായത് ഒരു യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ ഈ പരാതിക്കാരി യുവതി പരാതി നൽകിയില്ല എന്ന് പറഞ്ഞ് ഇയാളെ രക്ഷിക്കാൻ വേണമെങ്കിൽ ശ്രമിക്കാം. പക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യക്ക് കാരണം പല രീതിയിൽ ഭീഷണിപ്പെടുത്തി, ആ ഭീഷണിയും മാനസിക സമ്മർദ്ദവും കാരണമാണ് ബിനു തോമസ് ആത്മഹത്യ എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് ആ ആത്മഹത്യാ കേസിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനായ SHO ആയ ബിനു തോമസിൻ്റെ ആത്മഹത്യയിൽ ഈ ഉമേഷിനെതിരെ നടപടി സ്വീകരിക്കാത്ത? ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കാനുള്ള വകുപ്പില്ലേ അനീഷ്? അത്
തീർച്ചയായും അതുതന്നെയാണ് നമുക്ക് ഈ നിയമവൃത്തങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ലഭിക്കുന്ന അല്ലെങ്കിൽ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ ലഭിക്കുന്നത്. ചുരുങ്ങിയത് 3 തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇതിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ഈ SHOയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ആ പ്രേരണാ കുറ്റം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭീഷണിയുടെ അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് ഒരു വശത്ത് നിൽക്കുന്നത്. അതായത് ആ ആത്മഹത്യക്കുള്ള പ്രേരണ നൽകിയത് ആരാണോ അവർ ഇതിൽ കുറ്റക്കാരാവും എന്നതാണ്. മറ്റൊന്ന്, ലൈംഗിക പീഡനം എന്ന ആരോപണം ഒരു ആത്മഹത്യാ കുറിപ്പിൽ, അതായത് ഒരു മരണമൊഴിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുതി വെച്ച കുറിപ്പാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുന്നു. പക്ഷേ അതിൻ്റെ പ്രാഥമിക പരിശോധന നടത്തുമ്പോൾ ഈ ഒരു വശത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇരയെന്ന് ആരോപിക്കപ്പെടുന്ന സ്ത്രീ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ലൈംഗിക ദുരുപയോഗം എന്ന കുറ്റവും ഒരുപക്ഷെ അതിനും കേസെടുക്കാൻ പര്യാപ്തമായ കാര്യങ്ങളുണ്ട്. മറ്റൊന്ന്, നിലവിൽ തന്നെ വിജിലൻസിനടക്കം ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഈ അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തി അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കാൻ ശ്രമിച്ചെന്നടക്കമുള്ള ചില ആരോപണങ്ങളൊക്കെ ഈ അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ 3 തരത്തിലുള്ള കേസുകൾക്കാണ് നിലവിൽ സാധ്യതയെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്നും കൃത്യമായൊരു വിശദീകരണം അല്ലെങ്കിൽ എന്താണ് അടുത്ത നടപടിക്രമം എന്നതിനെക്കുറിച്ച് പറയുന്നില്ല. കേവലം ഒരു അച്ചടക്ക നടപടി, ഈ പോലീസിന്റെ പദവിക്ക് ചേരാത്ത നിലയിലുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ പെരുമാറ്റ ദൂഷ്യം എന്ന പേരിലുള്ള ഒരു നടപടിയാണ്. എന്തിനാണ് നടപടി എടുത്തതെന്ന് ചോദിച്ചാൽ ഇത്തരം ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അപ്പം ഈ നടപടിക്ക് നിദാനമായ കാരണങ്ങളെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം പോലീസ് നടത്തേണ്ടതില്ലേ എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും നിലവിൽ യുവതി മൊഴി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പരാതി തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നൊരു പരാതി യുവതിയുടെ ഭാഗത്തൊന്നും ഉണ്ടാവുന്നില്ല എന്ന് സാങ്കേതികത്വമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വരും ദിനങ്ങളിൽ ഇനി എന്ത് മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വ്യക്തമാണ്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒരു സാധാരണക്കാരനാണ് ഈ രീതിയിലുള്ളൊരു കേസിൽ പെടുന്നതെങ്കിൽ പോലീസ് അതിവേഗത്തിൽ നടപടി സ്വീകരിക്കും. നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പോലീസ് വലവിരിച്ചിട്ടുണ്ട്, സംസ്ഥാനത്തെമ്പാടും വലവിരിച്ചിട്ടുണ്ട്, സംസ്ഥാനത്ത് പുറത്തേക്കും ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ സമാനമായ രീതിയിൽ തന്നെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഒരു യുവതിയെ, അതും മക്കളും അമ്മയും വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് വീട്ടിൽ അതിക്രമിച്ച് കയറി അതിക്രൂരമായി ലൈംഗിക ചൂഷണത്തിന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇരയാക്കിയെന്ന പരാതി ഉയർന്നു വന്നിരിക്കുന്നത്, ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. പക്ഷെ ഈ യുവതി പരാതി നൽകിയില്ല എന്നൊരൊറ്റ കാരണത്താൽ പോലീസ് ഈ ഉന്നതനെ DYSPയെ സംരക്ഷിക്കാൻ നീക്കം നടത്തുകയാണ്. പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിക്ക് വിവരം ചോർത്ത് നൽകിയ ASIക്ക് സസ്പെൻഷൻ. തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന ASI ബിനുകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കും മുൻപ് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ സഹായിക്കുന്ന രീതിയിൽ റിമാൻഡ് റിപ്പോർട്ട് വിവരം ഉൾപ്പെടെ പണം വാങ്ങി ചോർത്തി നൽകിയെന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ പത്തനംതിട്ട ജില്ലയിൽ നിരവധി പോലീസുകാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. പണം വാങ്ങി കേസുകൾ അട്ടിമറിക്കുന്നു, അത്തരം പല ആരോപണങ്ങളും നിലനിൽക്കുന്നൊരു പശ്ചാത്തലത്തിലാണ് പുതിയൊരു പരാതി, ASI ബിനുകുമാറിനെതിരെയുള്ള പരാതി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് കൂടുതൽ നടപടി ഉണ്ടാകുമോ? തീർച്ചയായും കൂടുതൽ നടപടി ഉണ്ടാകാനാണ് സാധ്യത. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറെ നാളുകളായി പത്തനംതിട്ട പോലീസിൽ നേരത്തെയുള്ള പോക്സോ കേസ് അടക്കം പല കേസുകളിലും പോലീസിന്റെ ഭാഗത്ത് വലിയ ഗുരുതര വീഴ്ചയുണ്ടായി. അത്തരം നടപടികളിലേക്ക്, സസ്പെൻഷനിലേക്ക് പോയ കാര്യങ്ങൾ നമുക്കറിയാം. DSP അടക്കമുള്ള ആളുകളെ സസ്പെൻഡ് ചെയ്ത ഒരു കാര്യം കൂടി പത്തനംതിട്ട ജില്ലയിലുണ്ട്. അതിന്റെ ഒരു ഭാഗം കൂടി എന്ന് വേണം നമുക്കിത് വേണം ഇത് നോക്കിക്കാണാം. കാരണം കാപ്പ കേസ് പ്രതികളെ, ആ പ്രതികൾക്ക് അവർക്ക് ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ASI തന്നെ ഇടപെടുന്നു. അത് പ്രധാനമായും ഈ റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട്, അത് പകർപ്പ് കോപ്പി എടുത്ത് ഈ കാപ്പ കേസ് പ്രതികളുടെ അഭിഭാഷകന് നൽകുന്നു. അത് പണം വാങ്ങിയാണ് നൽകുന്നത്. പല ഘട്ടങ്ങളിലായി പല രീതിയിലുള്ള പണം ഇടയ്ക്ക് വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിൽ 30,000 രൂപയോളം വാങ്ങിയതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ പ്രതികളിൽ നിന്നും ഈ തുക വാങ്ങിക്കൊണ്ട് അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് എടുത്ത് ആദ്യം തന്നെ നൽകുന്നത്. അത് പ്രതികൾക്ക് അനുകൂലമാകും. കാരണം ഇത്തരം പോലീസ് കോടതിയിൽ ഹാജരാക്കുന്ന റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗം അറിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് ജാമ്യം കിട്ടുന്നതിന് എളുപ്പമായുള്ള കാര്യങ്ങൾ അതിൽ നിന്നും കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ അത് സാധാരണഗതിയിൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ കോടതിയിലാണ് ഹാജരാക്കുന്നത്. പിന്നീടാണ് പ്രതികൾക്ക് മറ്റു ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം അഭിഭാഷകം ആവശ്യപ്പെടുക മാത്രമാണ് കിട്ടുന്നത്. എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കോടതിയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പോലീസിന്റെ കയ്യിൽ നിന്നുള്ള ഈ രേഖകൾ ഈ ASI ബിനുകുമാർ
അത്തരത്തിൽ അതിന്റെ പകർപ്പെടുത്ത് പ്രതികളുടെ അഭിഭാഷകന് പണം വാങ്ങി നൽകുന്നു എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഗുരുതരമായ ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. സാധാരണ എഫ്ഐആറിന്റെ കോപ്പികളൊക്കെ സാധാരണ അവർക്ക് അവകാശപ്പെട്ടതാണ്. പ്രതിഭാഗം വക്കീൽ അത് അവകാശം വാങ്ങിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ റിമാൻഡ് റിപ്പോർട്ട് പ്രതിയെ കൊണ്ടുപോകുമ്പോൾ പോലീസ് തയ്യാറാക്കുന്ന റിപ്പോർട്ട് അത് സ്വാഭാവികമായും അതിന്റെ പകർപ്പ് ഇത്തരത്തിൽ പണം വാങ്ങിക്കൊണ്ട് ജാമ്യം കിട്ടുന്ന തരത്തിലേക്ക്, പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന തരത്തിലേക്ക് ഈ പോലീസുകാരൻ, അതായത് ASI, തിരുവല്ല പോലീസ് സ്റ്റേഷൻ ASI ആയിരുന്നു അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗുരുതരമായ വീഴ്ച വരുത്തിയതിന്റെ പേരിലാണ് DIG അജിത ബീഗം ഇപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കോന്നി DVSP ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം പൂർണ്ണമായി വന്നെങ്കിൽ മാത്രമായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാകുക. എന്തായാലും പത്തനംതിട്ടയിലെ AR ക്യാമ്പിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയിട്ടുള്ളത്. ഈ തിരുവല്ല ASI ആയിരുന്ന സമയത്ത് നടത്തിയ കുറ്റമാണ് ഈ കാണുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന 3 പ്രതികളുടെ കത്താ കേസിലെ പ്രതികളാണ്. ആ പ്രതികൾക്ക് അനുകൂലമായി ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി റിമാൻഡ് റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള തിരിമറി നടത്തി. അതായത് അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്തു കൊടുത്തു. അത് പണം വാങ്ങിക്കോട്ടെ, പലതവണ 5000, 2000, 3000 രൂപ ഇങ്ങനെ പലതവണ വാങ്ങിച്ചാണ് 30,000 രൂപയോളം ഈ പോലീസുകാരന് വാങ്ങിയെന്നുള്ളതാണ് ASI വാങ്ങിയെന്നുള്ളതാണ് അന്വേഷണത്തെ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ശക്തമായ നടപടിയെടുത്ത് ഇപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLA-യും KSRTC ബസ് തടഞ്ഞ കേസിൽ കുറ്റപത്രത്തിൽ നിന്നും ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും ഒഴിവാക്കി. KSRTC ഡ്രൈവർ യദു കൃഷ്ണനെ മേയർ അസഭ്യം പറഞ്ഞിട്ടില്ലെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് പ്രതി. കുറ്റപത്രത്തിൽ നിന്ന് മേയറെയും ഭർത്താവിനെയും ഒഴിവാക്കിയതിനെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമെന്ന് പരാതിക്കാരൻ യദു കൃഷ്ണൻ പറഞ്ഞു. മൊത്തം 5 പ്രതികളാണ്. 5 പ്രതികളിൽ 3ാമത്തെ പ്രതിയെ മാത്രം ആഡ് ചെയ്ത് ചെറിയൊരു പെറ്റി കേസ്, സീബ്ര ക്രോസിൽ വണ്ടി കൊണ്ടിട്ടു എന്നുള്ള പെറ്റി കേസ് മാത്രം ആണ് പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അത് പോരാ, അതുകൊണ്ട് പ്രൈവറ്റ് അന്യായം കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ് കോടതിയിൽ, 3ാം കോടതി. അശ്ലീല വാക്കുകൾ പറഞ്ഞെന്ന് വെച്ചാൽ എന്റെ തന്തയ്ക്ക് വിളിക്കുന്നത്, എന്നെ ഇറങ്ങടാ വണ്ടിന്ന് മറ്റേ മോനേന്ന് വിളിക്കുന്നതും അസഭ്യമല്ലെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്റെ തന്തയ്ക്ക് വിളിച്ച് നിന്റെ തന്തയുടെ വകയാ റോഡെന്നൊക്കെ ചോദിച്ചതൊക്കെ ചാനലില് മീഡിയാസിലും വീഡിയോ സഹിതം വന്നതാണ്. അപ്പൊ അത് ഇപ്പൊ തെളിവല്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. ഇത് ഇവരെ പേര് ഒഴിവാകാന്ന് വെച്ചാൽ പോലീസുകാരെ നിയമം ഇപ്പൊ പാർട്ടി ഇരിക്കുന്നിടത്തോളം കാലം പോലീസുകാരെ അവരെ അല്ലേ സപ്പോർട്ട് ചെയ്യുള്ളൂ. തുടർ നടപടി എന്ന് വെച്ചാൽ നമ്മളിപ്പോ പ്രൈവറ്റ് അന്യായമല്ലേ കൊടുക്കുന്നത്. പ്രൈവറ്റ് കംപ്ലൈന്റില് 6 പ്രതികളുണ്ട്, ഓരോ പ്രതിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടക്ടറാണ്. മെമ്മറി കാർഡിന്റെ ഡീറ്റെയിലേക്ക് കണ്ടക്ടറിനല്ലേ അറിയാവുള്ളൂ. കണ്ടക്ടറല്ലേ അവസാനം വരെ വണ്ടിക്കകത്തുണ്ടായിരുന്നു. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇവിടെ ഒരു സാധാരണക്കാരനാണ് ഒരു KSRTC ബസ് തടഞ്ഞെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നിയമ നടപടിയും പ്രശ്നങ്ങളും നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ രാഷ്ട്രീയ സ്വാധീനവും അധികാരവുമുണ്ട്. ഇവിടെ മേയറും മേയറുടെ ഭർത്താവ് MLA-യും ഈ കേസിൽ നിന്നും അവരെ ഒഴിവാക്കുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മേയറുടെ സഹോദരൻ മാത്രം പ്രതിയാകുന്നു. ഇവിടെ ഒരു സാധാരണക്കാരനായ KSRTC ഡ്രൈവറെ വീണ്ടും വേട്ടയാടുന്നൊരു സാഹചര്യം. എന്താണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്? 4 മാസം മുമ്പ് കന്റോൺമെന്റ് പോലീസ് വഞ്ചിയൂർ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ഈ KSRTC ബസ് തടഞ്ഞു നിർത്തി റോഡ് ബ്ലോക്ക് ചെയ്ത് മാർഗതടസ്സം സൃഷ്ടിച്ചത് മേയർ ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ അരവിന്ദാണ്. അതുകൊണ്ടാണ് വാഹനം ഓടിച്ചിരുന്ന അരവിന്ദിനെ മാത്രം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല 5 പേരായിരുന്നു ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. അതിൽ മേയർ ആര്യ രാജേന്ദ്രനും ആര്യയുടെ ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവും ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. അതിൽ ഈ സച്ചിൻ ദേവ് ഈ അസഭ്യം പറഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ വാഹനത്തിലെ യാത്രക്കാർ അങ്ങനെ ഒരു അസഭ്യവർഷമല്ല അവിടെ ഉണ്ടായത്, അത് അശ്ലീല ആംഗ്യം കാണിച്ചതിൻ്റെ പേരിലുണ്ടായ തർക്കമാണ് എന്ന തരത്തിൽ ഒരുപോലെ 3 യാത്രക്കാർ മൊഴി നൽകി. അതോടൊപ്പം ഈ വാഹനത്തിന് ഹൈഡ്രോളിക് ഡോറായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഹൈഡ്രോളിക് ഡോറ് പുറത്തു നിന്ന് ഒരാൾക്ക് ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറാൻ കഴിയില്ല. അത് അകത്ത് നിന്ന് ഡ്രൈവർ സ്വിച്ച് ഇട്ട് ഓണാക്കിയപ്പോൾ മാത്രമാണ് ആ ഡോർ ഓപ്പൺ ആകുകയും അതിനകത്തേക്ക് MLA സച്ചിൻ ദേവ് കയറി വന്നത് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഈ യദു ആരോപിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതിനാലാണ്
ഈ പ്രതിപട്ടികയിൽ നിന്ന് മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ഒഴിവാക്കിയിരിക്കുന്നതെന്നാണ് കന്റോൺമെന്റ് പോലീസ് നൽകുന്ന വിശദീകരണം. അതേസമയം പോലീസ് വലിയ സമ്മർദ്ദത്തെ തുടർന്ന് ഇതിൽ ഒരു തിരിമറി നടത്തിയിരിക്കുകയാണ് എന്നതാണ് യദു ഉന്നയിക്കുന്ന ആരോപണം. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ്, അതായത് ഈ ബസ്സിൻ്റെ കണ്ടക്ടറായിരുന്ന ആ കണ്ടക്ടറെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 6ാം പ്രതിയായി ഈ കണ്ടക്ടറെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ വാഹനത്തിലെ CCTV ദൃശ്യങ്ങളുടെ കസ്റ്റോഡിയൻ ആ ബസ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് കണ്ടക്ടറാണ്. അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും കണ്ടക്ടർക്കാണെന്നാണ് യദുവിൻ്റെ വാദം. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും അടുത്ത ദിവസം കോടതി ഈ കാര്യത്തിൽ ഈ കേസ് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസിൻ്റെ ഈ നടപടിക്കെതിരെ നിയമ പോരാട്ടം നടത്താനാണ് പരാതിക്കാരനായ KSRTC ഡ്രൈവറായ യദു കൃഷ്ണന്റെ തീരുമാനം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.